സ്കൂളിലെ ചുവര്, ഡെസ്ക്, ബെഞ്ച്, പൊട്ടിയ ഓട്. പഴയത് മാറി പുതിയതാകണമെങ്കിൽ എല്ലാത്തിലും ബിജു സാറിൻ്റെ കൈയെത്തണം. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പണികളെല്ലാം തീർക്കാനുള്ള ഓട്ടത്തിലാണ് കോട്ടയം മുണ്ടത്താനം CMS LP സ്കൂളിലെ പ്രഥമാധ്യാപകൻ ബിജു ജേക്കബ്. കൂട്ടിന് മകൾ നിമിതയും ഒപ്പമുണ്ട്. രണ്ടായിരത്തി 19 സ്കൂളിലെത്തിയ കാലം മുതൽ ബിജു സാർ ഇങ്ങനെയാണ്. ഒരേ സമയം സ്കൂളിലെ അധ്യാപകനായും വാനിലെ ഡ്രൈവറായും ബിജു സാറിനെ കാണാം. ഇത് എല്ലാ അവധിക്കാലവും അത് നേരത്തെ തൊട്ടുള്ളൊരു സ്വഭാവമാണിത്. എന്നു ചോദിച്ചാൽ കാര്യങ്ങൾ ഏറെക്കുറെ തന്നെ ചെയ്യണം എന്നുള്ള ഒരിതുകൊണ്ട് പിന്നെ അവധിക്ക് കയറി വന്നറിയാവുന്ന കാര്യങ്ങൾ കൂടി ചെയ്യുന്നു. ഇപ്പം പെയിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇതുപോലെ തന്നെയായിരുന്നു. അവധിയാകുമ്പോഴത്തേക്ക് സ്കൂളിലോട്ട് കയറി വരും. ഇപ്പോൾ സുഹൃത്തുക്കൾ കയറി വരും. PTA പ്രസിഡൻ്റ്, ഏറ്റവും സുഹൃത്ത് ഉണ്ട്, പിള്ളേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ കൂടിക്കൊണ്ട് സ്കൂളിലെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു തീർക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. വയറിംഗ്, പ്ലംബിംഗ്, കൃഷിപ്പണി തുടങ്ങി സ്കൂളിലെ സർവ്വ പണികളും ചെയ്യും. ഒടിഞ്ഞ ഡെസ്കും ബെഞ്ചും അറ്റകുറ്റപ്പണി നടത്തും. സ്കൂൾ ബസ്സായിട്ടല്ല, സ്കൂൾ ബസ് എൻ്റെ പേരിലുള്ള ഒരു വണ്ടിയാണ്. അത് ഒരാൾ സ്പോൺസർ ചെയ്തതാണ്. വണ്ടി എടുത്ത അന്ന് തൊട്ട് ആ വർഷം തൊട്ട് ഞാൻ തന്നെയാണ് രാവിലെയും വൈകിട്ടും. നമ്മളിപ്പം 4 ട്രിപ്പ് എടുക്കുന്നുണ്ട്. 4 ട്രിപ്പിൽ ഏറെക്കുറെ 65 പിള്ളേരോളം വരുന്നുണ്ട്. ഫണ്ടിൻ്റെ അപര്യാപ്തതയുണ്ട്. കാര്യം നമ്മുടെ ഇവിടുത്തെ സ്കൂളിലെ പൈസ, അതായത് ടീച്ചേഴ്സ് മുടക്കുന്ന ഒരു പൈസയാണ് നമുക്ക് പ്രധാന ഇൻകം എന്ന് പറയുന്നത്. മറ്റേ നമുക്ക് വെളിയിൽ നിന്ന് അങ്ങനെ ഒരു വരവില്ല. 83 കുട്ടികളാണ് സ്കൂളിലുള്ളത്. ഇവരെ വീടുകളിൽ നിന്ന് സ്കൂളിലെത്തിക്കുന്നതും തിരികെ വീട്ടിലെത്തിക്കുന്നതും ബിജു സാർ തന്നെയാണ്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഷിനോജ് നമ്മുടെ കൂടെയുണ്ട്. ഷിനോജ്, എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ സ്കൂളിൽ ഇരുന്നുകൊണ്ട് വൃത്തിയായിട്ട് പഠിക്കണം, അങ്ങനെ മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പൊട്ടിയ ഓടൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ ഒന്ന് അത്ഭുതപ്പെട്ടു പോകും. കാരണം നമ്മുടെ സ്കൂളുകളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടും എന്നിട്ടും എന്തുകൊണ്ട് ഇത് മാറിയില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഫണ്ടിൻ്റെയൊക്കെ കുറവുണ്ട്, അതുകൊണ്ട് കൂടുതൽ സഹായവും കൂടി അദ്ദേഹത്തിന് എത്തേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. പൂജ, ഈ ബിജു സാറിനെ പോലുള്ള അധ്യാപകർ നമ്മുടെയൊക്കെ ബാക്കിയുള്ള സ്കൂളുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഈ മറ്റ് പണി ചെയ്യുന്നവരുടെയൊക്കെ അവസ്ഥ പരിതാപകരമാണ്. കാരണം അവർക്ക് ജോലിയില്ലാതാകുന്നതാണ് ഇതിൽ ഏറ്റവും രസകരമായ സംഭവം. കാരണം ഒരാൾ തന്നെ എല്ലാ പണിയും ചെയ്യുന്നു. നോക്കുകയാണെങ്കിൽ പഠിപ്പിക്കുന്നുണ്ട്, പ്ലംബിംഗ് പണി ചെയ്യുന്നുണ്ട്, ആശാരിപ്പണി ചെയ്യുന്നുണ്ട്, പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്, വാനിറ്റി ഡ്രൈവറാണ്. ഇത്തരത്തിൽ സ്കൂളിൽ വേണ്ട എല്ലാ ജോലിയും ഒറ്റയ്ക്കാണ് ബിജു മാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ ഒരു വലിയ ജോലി കിട്ടുകയാണെങ്കിൽ മറ്റ് ചെറിയ ജോലികൾക്കൊക്കെ ചിലർക്ക് താല്പര്യക്കുറവ് പോകാനൊക്കെ അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ബിജു സാർ നോക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാ ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. ആ രീതിയിൽ കാര്യങ്ങളിലെ സമീപിക്കുന്ന ഒരു വ്യക്തിയാണ് ബിജു മാഷ് എന്ന് പറയുന്നത്. നിലവിൽ അദ്ദേഹം മുണ്ടത്താനം CMS LP സ്കൂളിലെ പ്രഥമ അധ്യാപകനാണ്. നിലവിൽ ഇപ്പോൾ ഈ അഡ്മിഷൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പണികളൊക്കെ, പ്രത്യേകിച്ച് ഈ ചുവരിൻ്റെ പെയിൻറ്റിങ്, അത്തരത്തിൽ ഓട് മാറ്റുന്ന പരിപാടി, ഇതൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാത്രിയാണ്. ഈ പകൽ സമയത്ത് അഡ്മിഷൻ്റെ തിരക്കുകളാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയാണ് ഇത്തരത്തിൽ പണികളൊക്കെ നടത്തുന്നത്. മകളും ഒപ്പമുണ്ട്, ഭാര്യയും സാറിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള അധ്യാപകരാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത്. കാരണം എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ടെന്നും കേവലം പഠിപ്പിക്കുന്നത് മാത്രമല്ല വിദ്യാഭ്യാസമെന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് വിദ്യാഭ്യാസം എന്നത് പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതെന്നും ബിജു സാറിനെ പോലെയുള്ളവർ വീണ്ടും നമ്മുടെ സമൂഹത്തോട് വിളിച്ച് പറയുക കൂടിയാണ്. ശരിയാണ് ഷിനോജ്. അപ്പോൾ എല്ലാ പണികളും അദ്ദേഹം ഒറ്റയ്ക്കാണ് ചെയ്തത്. എന്നാലും അതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് ഇനി കുളമാക്കണേ, എനിക്ക് തന്നെ കാര്യങ്ങളെല്ലാം അറിയാലോ, എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ വെച്ചൊക്കെ നല്ല രീതിയിൽ പഠിക്കട്ടെ എന്നുകൂടി അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകാം. എന്തായാലും മുണ്ടത്താനം CMS സ്കൂളിലെ കുട്ടികളൊക്കെ കണ്ടല്ലോ. നിങ്ങൾക്ക് അഭിമാനം ഉണ്ടാകും ഈ അധ്യാപകനെ കുറിച്ച് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സ്കൂളൊക്കെ അടിപൊളിയായിട്ട് ഒരുക്കി വെക്കുന്നുണ്ട് സാറ് കേട്ടോ.